റഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ട ഒരു വാക്കാണ് നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ്റെ ചെയ്യാത്ത കുറ്റത്തിനുള്ള ശിക്ഷയെന്നും വളരെ കാടത്തം നിറഞ്ഞ ശരീഅത്ത് നിയമത്തിൻ്റെ ഏറ്റവും ഭീകരമായ മുഖമെന്നും ആ കാട്ടറബിയെന്നും അല്ലെങ്കിൽ ആ കുടുംബമെന്നുമൊക്കെ ധാരാളം പേർ ആക്ഷേപിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഇതിൻ്റെ വസ്തുതാപരമായ വിവരങ്ങൾ എന്താണെന്ന് ഈ വിഷയത്തിൽ ആദ്യാവസാനം പ്രവർത്തിച്ച ചില മനുഷ്യരൊക്കെയും എന്നോട് പറയുകയുണ്ടായി. അവർ പറഞ്ഞ സന്ദർഭങ്ങളിലൊക്കെയും അവരുടെ പേര് വെളിപ്പെടുത്തരുത് എന്ന് പറയുകയും ചെയ്തു. എന്ന് മാത്രവുമല്ല, ഈ ഉമ്മയുടെ കണ്ണീരും ഏതാണ്ട് 17 വർഷക്കാലത്തെ ശിക്ഷ പൂർത്തിയായി എന്ന വാദവും നിലനിൽക്കെ ആ മനുഷ്യനെ മോചിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളിൽ മറ്റൊരു ശബ്ദവും ഉയരരുത് എന്നുള്ളതുകൊണ്ട് ഇത്തരം കുറിപ്പുകൾ വ്യക്തിപരമായി എഴുതിയവരും ഈ ശരീഅത്ത് നിയമത്തെയും അല്ലെങ്കിൽ ആ രാജ്യത്തെയും ഏതെങ്കിലും തരത്തിൽ കാത്തിരുന്ന് അപമാനിക്കാൻ ശ്രമിക്കുന്ന പലരുടെയും കുറിപ്പുകൾ കണ്ടപ്പോഴും നിശബ്ദത പാലിച്ചത് അതുകൊണ്ടാണ്. ഏതായാലും ഇനി റഹീമിന് തുകയായി മോചിപ്പിക്കപ്പെടാൻ പോകുന്നതുകൊണ്ട് അതിലെ ചില അൺടോൾഡ് സ്റ്റോറീസ് അഥവാ അധികം പറയപ്പെടാത്ത ചില വസ്തുതകൾ കൂടി പങ്കുവെക്കണമെന്നുണ്ട്. ഒപ്പം ശരീഅത്ത് നിയമത്തിൻ്റെ കൃത്യതയും വ്യക്തതയും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. റഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ അതിലൊന്നാമത്തെ വിഷയം റഹീമിൻ്റെ നിരപരാധിത്വവും ചെയ്യാത്ത കുറ്റത്തിനുള്ള ശിക്ഷയും എന്ന പ്രയോഗത്തിൻ്റെ വസ്തുത എന്തായിരുന്നു എന്ന് ബോധ്യപ്പെടലാണ്. അതിലാദ്യം മനസ്സിലാക്കേണ്ടത് ഈ അനസ് എന്ന് പറയുന്ന ഈ മകനെ അവനൊരു അപകടത്തിൽ പരിക്ക് പറ്റിയതാണ്. അതീവ ബുദ്ധിമാനും സമർത്ഥനുമായിരുന്നു. ന്യൂറോ സ്പൈനൽ കംപ്ലൈൻറ്റ് വന്ന് ഏതാണ്ട് പൂർണ്ണമായി ചലനശേഷി നഷ്ടപ്പെട്ട ഈ മകനെ ലോകം കാണിക്കാനും ചുറ്റുപാടുകളെ കാണിക്കാനും ഒരിക്കലും കിടപ്പറയിൽ മാത്രം ഒതുങ്ങി ചുരുണ്ടുകൂടുന്ന ഒരു മകനായി തീരരുതെന്നും ആഗ്രഹിച്ച ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും കുടുംബത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഇവനു വേണ്ടി സജ്ജീകരിച്ച പ്രത്യേകമായ ഒരു വാഹനവും അതോടൊപ്പം ഇവൻ്റെ കാര്യങ്ങൾ നോക്കാനായി മാത്രം ഒരു ഡ്രൈവറും കെയർ ടേക്കറും എന്നുള്ള നിലയിൽ ഈ അബ്ദുൾ റഹീം നിയമിക്കപ്പെടുന്നത്. അദ്ദേഹം ആ ദൗത്യം നിർവഹിച്ചു പോരുകയായിരുന്നു. ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളുമായി സമീപിക്കുമ്പോൾ നമുക്ക് സവിശേഷമായ ചില വൈശിഷ്ട്യങ്ങൾ അഥവാ സ്വഭാവ രീതികൾ നമ്മൾക്കുണ്ടെങ്കിൽ നന്ന്, ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യവുമാണ്. തളരരുത്, മടുക്കരുത്, ക്ഷിപ്രകോപമുണ്ടാകരുത്, പ്രതികരണം ശ്രദ്ധിക്കണം, നിസ്സഹായനെയാണ് നോക്കുന്നത്. ഉടയതമ്പുരാൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുന്ന ശമ്പളത്തെ പോലെയോ അതിനേക്കാളോ ഒരു ലക്ഷ്യവും ആഗ്രഹവും പ്രാർത്ഥനയുമൊക്കെയായി മാറണം എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായൊരു കാര്യം. ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ ആളുമായി റിയാദിലെ അസീസിയയിൽ നിന്ന് ഏതോ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആ പോകുന്ന സമയത്ത് അസീസിയയുടെ 2ാം സിഗ്നൽ എന്നാണ് പറയുന്നത്. എനിക്ക് സൗദി അറേബ്യയിലെ ഭൂപ്രകൃതിയെക്കുറിച്ച് വലിയ അറിവില്ലാത്തതുകൊണ്ട് അത് കൃത്യമായി പറയാൻ കഴിയുന്നില്ല. ആ സിഗ്നലിലെത്തി വാഹനം സിഗ്നലിൽ ബ്ലോക്കായി. പൊതുവിൽ അറബികളായ കുട്ടികളുടെ ഒരു ദുശീലമായി പറയുന്നതാണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ തുപ്പുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലും ചില കുട്ടികളുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ നമ്മളെ തുപ്പുക എന്നൊക്കെ പറയുന്നത് വളരെ കഠിനമായ ഒരു അശ്ലീലമായാണ് അല്ലെങ്കിൽ ഒരു മോശം സ്വഭാവമായാണ് നമുക്ക് തോന്നുന്നത്. ഏതായാലും ഈ കിടക്കയിൽ കിടന്ന ഇവൻ എന്തോ കാരണത്തിന്, അവൻ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ആകാം, വണ്ടി നിർത്തിയതിനാകാം, എന്തോ കാരണത്തിന് ഈ റഹീമിനെ തുപ്പി. ആ തുപ്പിയ വേളയിൽ അദ്ദേഹം തിരിഞ്ഞ് വളരെ കഠിനമായി ഒരു അടി കൊടുത്തു. ഈ അടി കൊടുത്തപ്പോൾ അവൻ്റെ വൈറ്റൽ ഫങ്ഷൻസ് ഒക്കെ നിലനിർത്തി പോരുന്ന, നമ്മൾ സാധാരണ ജീവവായു നൽകുന്ന എന്നൊക്കെ പറയാറുണ്ട്, ആ ട്യൂബുകൾ വേർപെട്ടു, ലൂസായി. അത് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് നോക്കുക പോലും ചെയ്യാതെ വാഹനവുമായി മുന്നോട്ട് നീങ്ങി. ഈ സമയങ്ങളിൽ പുറകുവശത്ത് അവൻ മൂളുകയും ഞരങ്ങുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണെന്നാണ് റഹീം കരുതിയിട്ടുണ്ടാവുക. പക്ഷേ അതവൻ്റെ അവസാന ശ്വാസത്തിന് വേണ്ടിയുള്ള പിടപ്പായിരുന്നു. ഏതായാലും ഈ അനസ് മരിച്ചു. ആ മരിച്ച വേളയിൽ ഒരുപക്ഷെ അബദ്ധമെന്നോ അല്ലെങ്കിൽ ചെയ്തു പോയ എന്തെങ്കിലും കാര്യമെന്നോ പറയുന്നതിന് പകരം ഈ വാഹനം നേരെ ഓടിപ്പോയത് നസീർ എന്ന് പറയുന്ന മറ്റൊരു സുഹൃത്തോ ബന്ധുവോ ആയ ആളിൻ്റെ അടുത്തേക്കാണ്. അവിടെ ചെന്ന് ഇവർ രണ്ടുപേരും കൂടി ആസൂത്രിതമായി ആലോചിച്ച് ഈ അബദ്ധത്തെ അബദ്ധമായി ചിത്രീകരിച്ച് അങ്ങനെ പറയുന്നതിന് പകരം ഇതൊരു കൊലപാതകമാക്കി മറ്റാരോ ചെയ്തതാക്കി മാറ്റാൻ ഒരു ശ്രമം നടത്തി. യഥാർത്ഥത്തിൽ
അവൻ്റെ മാനസികാവസ്ഥയിൽ അന്നേരത്തെ വെപ്രാളത്തിന് ചെയ്തതാകാം. അതിൽ കുറ്റം പറയണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ തീരുമാനിക്കുക. അവിടെ ചെന്ന് ഇദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഇവർ ഒരു പ്ലാൻ ഉണ്ടാക്കി. ഈ വാഹനം ഒരു വിജനമായ മരുഭൂമിയുടെ വശത്തുള്ള റോഡിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് എത്തിച്ചത്രേ. എന്നിട്ട് ഈ ഡ്രൈവറായ റഹീമിനെയും ഇവനെയുമൊക്കെ കയറുകൊണ്ട് കെട്ടിയിട്ട നിലയിൽ അവിടെ ഇട്ടു. അതിലൂടെ അവർ പറയാൻ ശ്രമിച്ചത് ഇത് റഹീം ചെയ്തതല്ല, മറിച്ച് അന്നൊക്കെയും ഇപ്പോഴൊറ്റപ്പെട്ടും സൗദി അറേബ്യയിലൊക്കെ പണം അപഹരിക്കുന്നതിനും അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾക്കുമൊക്കെ ചിലരൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്, കാശ് തട്ടിയെടുക്കാറുണ്ട്, വിജനമായ സ്ഥലത്ത് വെച്ച് പിടിച്ചെടുക്കാറുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ആരോ വന്ന് ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അങ്ങനെ കെട്ടിയിടുകയും അവിടെ നിന്ന് നിലവിളിക്കുന്നത് പോലെ വരുത്തുകയും ആരോ കണ്ട മറ്റൊരു വാഹനക്കാരൻ നിർത്തി വിവരമറിഞ്ഞ് പോലീസിനെ വരുത്തുകയും അങ്ങനെ പോലീസ് വന്ന് ഇവരെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. അങ്ങനെ കൊണ്ടുപോയി വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഇത് സംഭവിച്ചത് റഹീമിന് തന്നെയാണെന്നും പിന്നെ നടത്തിയത് ആസൂത്രിതമായ ഒരു കൊലപാതകമാക്കാനാണ് ശ്രമിച്ചതെന്നും. യഥാർത്ഥത്തിൽ ആദ്യത്തെ സംഭവത്തിനേക്കാൾ രണ്ടാമത്തെ സംഭവത്തോടെയാണ് അതിൻ്റെ ഗൗരവമുണ്ടായത്. അതിൽ ഈ ആശയം പറഞ്ഞു കൊടുക്കുകയും കൂട്ടുനിൽക്കുകയും ചെയ്ത മറ്റൊരാളാണ് ആദ്യം ഒന്നാം പ്രതിയായിരുന്നതത്രേ. പിന്നീട് വിചാരണ വേളയിൽ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട് അത് മാറിമറിഞ്ഞു എന്നാണ് പറയുന്നത്. ഏതായാലും അദ്ദേഹം പിന്നെ എങ്ങനെയൊക്കെയോ വിചാരണ വേളയിൽ വസ്തുതകളൊക്കെ വിശദീകരിച്ച് പുറത്തിറങ്ങുകയോ ഒളിച്ചു പോവുകയോ അല്ലെങ്കിൽ ചിത്രത്തിൽ നിന്നും മാഞ്ഞു പോവുകയോ ചെയ്തു. റഹീം അകത്താവുകയും ചെയ്തു. ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യം തൻ്റെ മകനെ ഇങ്ങനെ ചെയ്തവരെ തിരിച്ചു ചെയ്യുക എന്നുള്ളതാണ്. അത് സ്വാഭാവികമായി ആ കുടുംബത്തിൻ്റെ വികാരവുമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ആലുവയിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ ക്രൂരന്മാരായ ചിലർ ചേർന്ന് മാനഭംഗപ്പെടുത്തി. ആ മാനഭംഗപ്പെടുത്തി കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. കേരളമാകെ കരഞ്ഞൊരു സംഭവമാണ്. ആ പ്രതികളെ വളരെ പെട്ടെന്ന് പിടികൂടുകയും വളരെ ഫാസ്റ്റ് ട്രാക്കിൽ വിചാരണ നടത്തുകയും അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. ആ വധശിക്ഷയ്ക്ക് വിധിച്ച വേളയിൽ മാതാപിതാക്കളുടെ പ്രതികരണം ആരാഞ്ഞതിൻ്റെ മറുപടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ മറുപടിയിൽ അവർ പറഞ്ഞത് വധശിക്ഷ നന്നായി, പക്ഷേ എൻ്റെ കുഞ്ഞിനെ ചെയ്തതുപോലെ തന്നെ ഇവനെയും ചെയ്യണമായിരുന്നു എന്നതാണ് അവരുടെ ആവശ്യം. അത് നഷ്ടപ്പെടുന്നവൻ്റെ ന്യായമായ വികാരമാണ്. ആ നഷ്ടപ്പെടുന്നവൻ്റെ ന്യായമായ വികാരത്തിന് പരിഹാരം കണ്ടെത്താനും അതിലൂടെ നാളുകളിൽ ഇത് ആവർത്തിക്കുന്നത് തടയാനും അതിൻ്റെ ഏറ്റവും ഉത്തമം നീതിപൂർവമായ ശിക്ഷ ഈ ഭൂമിയുടെ പ്രതലത്തിൽ വെച്ച് തന്നെ നൽകാനുമാണ് പ്രവാചകൻ്റെ ശരീഅത്ത് നിയമം നമ്മളെ പഠിപ്പിച്ചതും പഠിപ്പിക്കുന്നതും. അത് വ്യക്തമായ സന്ദേശവുമാണ്. ഈ ശരീഅത്ത് നിയമത്തിൻ്റെ തുടർച്ച പോലെ നാളെ പാരിത്രിക ലോകത്തും സമാനമായ ശിക്ഷകൾ, സമാനം എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ സമാനമാണ്. ഉദാഹരണത്തിന് വീരപ്പൻ ഇവിടെ എത്രയോ പേരെ കൊന്നു, അതിന് പകരം വീരപ്പനെ ഒരു തവണയേ കൊന്നുള്ളൂ. എന്നാൽ പരലോക ശിക്ഷയെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്നത് ഏത് ഒരാൾ എത്ര തവണ എത്ര പേരെ കൊന്നോ അത്രയും തവണ കൊല്ലുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഓരോ തവണയും കൊല്ലുകയും പിന്നീട് ജീവനിടുകയും പിന്നീട് കൊല്ലുകയും എങ്കിലേ സമാനമായ വേദന സാധ്യമാവുള്ളൂ. ഇപ്പം നമ്മളിത് പറയുമ്പോൾ ഇത്തരമൊരു തെറ്റിന് ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കുന്നത് കാടത്തമല്ലേ, പ്രാകൃതമല്ലേ എന്നൊക്കെ പലരും പറയും. അത് ദൂരെ നിന്ന് നോക്കുന്നവരുടെ വികാരമാണ്. അടുത്ത് നിന്ന് നോക്കുന്നവരുടെ വികാരം അതല്ല. നമ്മൾ കണ്ടതാണ്. രാജീവ് ഗാന്ധി എന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ നേതാവിനെ വളരെ മൃഗീയമായി സ്ഫോടനത്തിൽ ഛിന്നഭിന്നമായി കൊല്ലപ്പെട്ടപ്പോൾ അവനെ അന്ന് അറുത്ത് കൊല്ലണമെന്നാണ് എല്ലാവർക്കും തോന്നിയത്. കാലം നീണ്ടുപോയപ്പോൾ പിന്നീട് സഹതാപത്തിൻ്റെ കണികയും മാനവികതയുടെ കണികയും ഒക്കെ രംഗത്ത് വന്നു. ചില കൂട്ടുപ്രതികൾ രക്ഷപ്പെടുകയും ചെയ്തു. പിന്നെ ഒരു പെൺകുട്ടിയെ, സൗമ്യയെ, ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ട ഗോവിന്ദച്ചാമിയുടെ കഥയും നമുക്കറിയാവുന്നതാണ്. നമ്മുടെ ഇവിടെയാണെങ്കിൽ കൊന്നത് തള്ളിയതുകൊണ്ടാണ്, പക്ഷേ തള്ളുന്നത് കൊല്ലണം എന്ന ഉദ്ദേശത്തിലല്ലാത്തതുകൊണ്ട് അവന് ജീവപര്യന്തമാക്കി, കുറ്റവിമുക്തനാക്കി എന്നൊക്കെ പറയുന്ന വിധികളാണ് ഉണ്ടാവുന്നത്. ഇപ്പം കണ്ടില്ലേ, ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു, അതിൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു, അതിൻ്റെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു. പക്ഷേ അവൻ പണ്ടത്തേതിനേക്കാൾ തടിച്ച് കൊഴുത്ത് നല്ല സുന്ദരക്കുട്ടപ്പനായി ഇവിടെ വിടർന്ന് വിലസുന്നുണ്ട്. ഇത് അവൻ്റെ മാത്രം കാര്യമല്ല. ഒരുപാട് വധശിക്ഷ അറിയിക്കുന്നിടത്തെല്ലാം ഇതുപോലെ അന്വേഷിക്കുന്നവൻ്റെ അവൻ അവശേഷിപ്പിക്കുന്ന തെളിവുകളുടെ അഭാവത്തിലൂടെ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ റിയാസ് മൗലവിയുടെ ഘാതകർ വരെ. അതാണ് നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം. എന്നാൽ ശരീഅത്ത് നിയമത്തിൽ അങ്ങനെയല്ല. അത് നീതിപൂർവമാണ്.
ഇത് അറബി ആയതുകൊണ്ട് മാത്രമല്ല. കഴിഞ്ഞ ദിവസം എന്നോട് ഈ വാർത്ത കണ്ട് എൻ്റെ സുഹൃത്ത് കുവൈറ്റിൽ നിന്ന് അയൂബക്ക വിളിച്ച് കുവൈറ്റിലെ ഒരു സംഭവം പറയുകയുണ്ടായി. 2 ശ്രീലങ്കൻ യുവതികൾ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു. വീട്ടുകാരാരുമില്ലാത്ത സമയത്ത് അവർ തമ്മിൽ എന്തിനോ വഴക്കായി. 1-ാം നിലയിൽ നിന്നും താഴത്തെ ഫ്ലോറിലേക്ക് ഒരൊറ്റ തെള്ളിന് കൂടെയുള്ള സഹപ്രവർത്തകയായ അതേ നാട്ടുകാരിയായ സ്ത്രീയെ തെള്ളിയിട്ടു. അവർ മരണപ്പെട്ടു. പോലീസ് അന്വേഷിച്ചു. കൊലപാതകമാണെന്ന് കണ്ടെത്തി. തെള്ളിയിട്ടതിലൂടെയാണ് മരിച്ചത് എന്ന് കണ്ടെത്തി. അത് നമ്മുടെ നാട്ടിലെ പോലെ തെള്ളിയപ്പോൾ കൊല്ലാൻ വിചാരിച്ചോ, കൊല്ലാൻ ഗൂഢാലോചന നടന്നോ, കൊല്ലണമെന്ന ഉദ്ദേശത്തിലായിരുന്നോ, അതൊക്കെ പിന്നീടുള്ള കാര്യം. ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. പ്രതിയെ അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു. ഇതുപോലെ തന്നെ ആ കുടുംബം ബ്ലഡ് മണി ആവശ്യപ്പെട്ടു. സാമ്പത്തികമില്ലാത്ത ഈ കൊലപാതകിയായ സ്ത്രീക്ക് അത് നൽകാനുള്ള മാർഗവുമില്ല. പലരും സമീപിച്ചു, അവർ വിട്ടുവീഴ്ച ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ അവർ അറബി ആയതുകൊണ്ടല്ല, അവരും ശ്രീലങ്കയിലാണ് കുടുംബമെന്നുള്ളത് ഓർക്കണം. അവർ തയ്യാറായില്ല. ഒടുവിൽ അങ്ങനെ തുടർന്നു. 20 വർഷങ്ങൾക്ക് ശേഷം ചില പ്രത്യേക സമയങ്ങളിൽ രാജാവ് നൽകുന്ന പ്രത്യേകമായ മാപ്പുണ്ട്. ആ മാപ്പിൽ ഉൾപ്പെടുത്തിയാണ് 20 വർഷത്തിന് ശേഷം ഈ സ്ത്രീ മോചിതമാകുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. 20 വർഷം പോയിട്ട് നമ്മുടെ നാട്ടിലെ വ്യവസ്ഥയിൽ ഒരു തുടർച്ചയായി 5 വർഷമെങ്കിലും ശിക്ഷ അനുഭവിക്കാൻ ഏത് പ്രതികൾക്ക് കഴിയുന്നു? കയറിയാൽ ഉടൻ തന്നെ രാഷ്ട്രീയ സ്വാധീനവും നല്ല നടപ്പുമൊക്കെ പറഞ്ഞ് പരോളാണ്. ഈ കൊല്ലപ്പെട്ടവൻ്റെ അഥവാ ഇരയാക്കപ്പെട്ടവൻ്റെ കുടുംബത്തിന് മുന്നിലൂടെയാണ് പ്രതിയായവൻ നിർഭയനായി നടന്നു നീങ്ങുന്നത്. അവൻ കൊന്നു തീർക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ ആശ്രയവും അത്താണിയും എല്ലാമാണ്. അങ്ങനെയുള്ള ഒരാൾ നഷ്ടപ്പെടുമ്പോൾ ആ കുടുംബം എവിടേക്ക് പോകുന്നു എന്നുള്ളത് ചുറ്റുപാടുകളിൽ കാണുന്ന മരണങ്ങളിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും അതാണ് ശരീഅത്ത് നിയമം ചെയ്തത്. ഇനി ഇങ്ങനെ കിട്ടുന്ന ബ്ലഡ് മണി ഒന്നും അറബികളിൽ നല്ലൊരു ശതമാനം പേരും അവരുടെ ആവശ്യങ്ങൾക്കോ വ്യക്തിപരമായ ലാഭങ്ങൾക്കോ ഉപയോഗിക്കാറില്ല. ഈ കാശ് ഏതെങ്കിലും സാധുക്കൾക്കോ അല്ലെങ്കിൽ ഈ നഷ്ടപ്പെട്ട മകൻ്റെയോ ഭർത്താവിൻ്റെയോ മകളുടെയോ ഒക്കെ പേരിൽ മസ്ജിദുകൾ പണിയാനുമൊക്കെയാണ് നൽകാറുള്ളത്. അത് വ്യവസ്ഥാപിതമായ രീതിയിലുമാണ്. അതുകൊണ്ട് ശരീഅത്ത് നിയമത്തിൻ്റെ കാടത്തത്തെക്കുറിച്ചും കാട്ടറബിയെക്കുറിച്ചും ഒക്കെ വെറുതെ അർത്ഥശൂന്യമായി എഴുതുന്നതിൽ അർത്ഥമില്ല. ഇനി ഇതുകൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രയോജനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അത് അവിടെ ജീവിക്കുന്നവർക്ക് നന്നായി അറിയാം. എത്ര ഗജപോക്രിയായ ആളുകളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതെങ്കിലും അവിടെ ചെല്ലുമ്പോൾ അവർ ആ വ്യവസ്ഥകൾക്ക് വിധേയമാവാറുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഇതുപോലെയൊക്കെ ഉണ്ടാകുന്നത്. മനുഷ്യജീവന് നൽകുന്ന വിലയുടെ അമൂല്യതയാണ് ഈ സംഗതികളിലൊക്കെയും കാണുന്നത്. അതുകൊണ്ട് ശരീഅത്ത് നിയമത്തെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ, ഇതിൻ്റെ നീതി മനസ്സിലാക്കാതെ വിമർശിക്കരുത് എന്നൊരഭിപ്രായം എനിക്കുണ്ട്. ഞാനിത് പറഞ്ഞത് റഹീം മോചിപ്പിക്കപ്പെടരുതെന്നോ അല്ലെങ്കിൽ അതിൻ്റെ മാനവിക വശമൊന്നുമല്ല. ഞാൻ പറഞ്ഞത് നിരപരാധിയായ, നിസ്സഹായനായ, ഒന്നുമറിയാത്ത അബദ്ധത്തിൽ എന്ന് പറയുന്ന ഒരു പ്രചരണത്തിൻ്റെ അല്ലെങ്കിൽ എന്ന ഒരു വിശ്വാസത്തിനോട് ഇത് ചേർത്ത് വെക്കുക എന്നത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. ഈ 17 വർഷം എന്ന് പറയുന്നത് വളരെ ദീർഘമായ നാളാണ്, മതിയായതുമാണ്. ഉമ്മയുടെ കണ്ണീരും സങ്കടവും അതിനേക്കാൾ പ്രധാനവുമാണ്. അത് ഈ ഉമ്മയുടെ മാത്രമല്ല, ഒരു മകൻ നഷ്ടപ്പെട്ട ആ മാതാപിതാക്കളുടെ കണ്ണീരും. ഏതായാലും എല്ലാം ഭംഗിയായി തീരട്ടെ.